ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് വിഴിഞ്ഞം ഹാർബർ. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഇന്ന് വിഴിഞ്ഞം ഹാർബർ സന്ദർശിക്കാൻ പോയി. അങ്ങനെ അവിടെ പോയി കുറേ നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഭീമാപ്പള്ളിയിലും ഒന്ന് പോയി. ഭീമാപ്പള്ളിയുടെ കാഴ്ചകളും ഈ വീഡിയോയിൽ തന്നെയുണ്ട്, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാ വെക്കേഷനിലും ഇങ്ങനെ ചില യാത്രകളുണ്ടാവും. അത്തരമൊരു യാത്ര ഇന്ന് പോയത് വിഴിഞ്ഞത്താണ്. കണ്ടില്ലേ വിഴിഞ്ഞം തുറമുഖം. അതിമനോഹരമായ കടലിനെ ചുറ്റിപ്പറ്റി അതിസുന്ദരമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം. ഫാമിലിയും ഞാനും അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്ത് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഫാമിലിയുമായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ മൊത്തം കുറേ ആൾക്കാരൊക്കെ നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയോയെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കിട്ടിയതെന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ് മക്കളെ. വിഴിഞ്ഞം ഹാർബർ ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ പദ്ധതി. പഴയ വിഴിഞ്ഞമൊന്നും അല്ല, വേറെ ലെവല്, ഒരു രക്ഷയില്ല. അമ്മാതിരി വികസനങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷം കൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് നേരം പാറപ്പുറത്ത് കയറിയിരുന്ന് ഒന്ന് വികസനങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബോട്ടിൻ്റെ ഉള്ളിലും കയറി കുറച്ച് നേരം. അവിടേക്ക് വന്ന് വീഡിയോസൊക്കെ എടുത്ത് എല്ലാം കുട്ടികളുമായിട്ടൊക്കെ നിന്ന് അത് കഴിഞ്ഞ് നേരെ വെച്ച് പിടിക്കുകയാണ് ഞങ്ങൾ. ഭീമാപ്പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭീമാപ്പള്ളി. വിഴിഞ്ഞത്ത് നിന്ന് എല്ലാ വർഷവും വെക്കേഷന് വരുമ്പം ഇവിടെ വരാറുള്ളതാണ്. ഇവിടെ വരുന്നു, നേർച്ചയിട്ട് വൈഫിനെയും കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്നത് ഒരു പതിവാണ്. കഴിഞ്ഞ വർഷവും നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോസ്. ഇതാണ് ഭീമാപ്പള്ളി, തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ പ്രദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഭീമാപ്പള്ളി. ഇവിടുത്തെ ഉറൂസാണ് ഏറ്റവും വലിയ ഉറൂസ് തിരുവനന്തപുരം ജില്ലയിൽ. ആറ്റുകാൽ പൊങ്കാല, അതേപോലെ തന്നെ ഭീമാപ്പള്ളി ഉറൂസ്, ഇതൊക്കെ ഭയങ്കര കെൻകേമമാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണിതെല്ലാം. കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മളറിയുന്ന കുറേ ആൾക്കാരും ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ട്, വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം.